Dear students, welcome to Learner's World. In this video, I'm going to talk about how India's street art scene is bringing about social change by Saskia Lumley, FAUGP Semester 4 VSc Humanities and Other Peer Programs, Calcutta University. Summary of how India's street art scene is bringing about social change. ഇന്ത്യയിലെ സ്ട്രീറ്റ് ആർട്ട് രംഗം സാമൂഹിക മാറ്റം എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിസ് ചാപ്റ്റർ എക്സ്പ്ലെയിൻസ് ഹൗ സ്ട്രീറ്റ് ആർട്ട് ഇൻ ഇന്ത്യ ഈസ് ബിക്കമിങ് എ സ്ട്രോങ് ഫോഴ്സ് ഫോർ സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ് സ്ട്രീറ്റ് ആർട്ട്, അതായത് ഈ തെരുവുകളിലൊക്കെ ഉള്ള ആർട്ടുകൾ, കലകൾ, അതായത് ഈ ചുമർ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വാളിലൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് വച്ചിരിക്കുന്നത്, അതൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നത്. Street art is different from traditional art because it's created in public places such as wall, streets and buildings instead of galleries. അപ്പോൾ തെരുവിലുള്ള ആർട്ടുകൾ, കലകൾ പാരമ്പര്യമായിട്ടുള്ള കലകളിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരുവുകളിലുള്ള കലകൾ, ആർട്ട് എന്ന് പറയുന്നത് ചുമരിൽ, അതുപോലെ സ്ട്രീറ്റിൽ, ബിൽഡിങ്സിൽ, ഇവിടേക്കാണ് പതിപ്പിച്ച് വച്ചിരിക്കുന്നത്, ഗാലറീസിലല്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് മ്യൂറൽസ്, ഗ്രാഫിറ്റീസ്, സ്റ്റെൻസിൽസ് ആൻഡ് ഇൻസ്റ്റാളേഷൻസ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് മ്യൂറൽസ് എന്ന് പറഞ്ഞാൽ ചുമർ ചിത്രങ്ങൾ, ഗ്രാഫിറ്റി, സ്റ്റെൻസിൽസ്, ഇൻസ്റ്റാളേഷൻസ് തുടങ്ങിയിട്ടുള്ളവ. സിൻസ് ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ഓപ്പൺ സ്പേസസ് എവരി വൺ ക്യാൻ സീ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. അതായത് ഇത് ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലാണ് ഈ സ്ട്രീറ്റ് ആർട്ടൊക്കെ ഉള്ളത്. ചുമർ ചിത്രങ്ങളായിട്ട് വലിയ ബിൽഡിങ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വാളിൽ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും കാണാൻ പറ്റും. സിൻസ് ഇറ്റ്സ് ഡിസ്പ്ലേഡ് ഇൻ ഓപ്പൺ സ്പേസ് എവരി വൺ ക്യാൻ സീ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. സ്ട്രീറ്റ് ആർട്ട് ഓഫൺ ക്യാരി സോഷ്യൽ ആൻഡ് കൾച്ചറൽ മെസ്സേജസ് മേക്കിംഗ് പീപ്പിൾ തിങ്ക് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ സൊസൈറ്റി. അപ്പോൾ സ്ട്രീറ്റ് ആർട്ടുകൾ കൂടുതലായിട്ടും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചിട്ട് ആളുകൾക്കൊരു അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടാണ് സ്ട്രീറ്റ് ആർട്ടുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇൻ ഇന്ത്യ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഈസ് ദ ലോധി ആർട്ട് ഡിസ്ട്രിക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2050. ഇറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഓപ്പൺ എയർ ആർട്ട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രീറ്റ് ആർട്ട് മൂവ്മെൻറ്റ് ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് ലോധി ആർട്ട് ഡിസ്ട്രിക്റ്റ് ആണ്. 2050 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓപ്പൺ എയർ ആർട്ട് ഡിസ്ട്രിക്റ്റ് ആണിത്. Located in Lodi colony, it transformed a plain government residential area into a colorful and lively cultural space. ഇത് ലോധി കോളനിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് തികച്ചും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഏരിയ ആയിരുന്നു, പിന്നീട് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറൽ സ്പേസ് ആയിട്ട് മാറി. ടുഡേ ഇറ്റ് ഫീച്ചേഴ്സ് മോർ ദാൻ 60 മ്യൂറൽസ് ക്രിയേറ്റഡ് ബൈ ബോത്ത് ഇന്ത്യൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ്. ഇന്ന് ഇവിടെ നമുക്ക് 60-ൽ പരം ചുമർ ചിത്രങ്ങൾ അവിടെ കാണാൻ കഴിയും. അതായത് ഇന്ത്യൻസും ഇന്ത്യനിലെ ആളുകളും ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദിസ് ഡിസ്ട്രിക്ട് ഷോസ് ഹൗ ആർട്ട് ക്യാൻ ചേഞ്ച് ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് എ പ്ലേസ് ആൻഡ് ബ്രിങ് ന്യൂ എനർജി ടു എ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിക്റ്റ് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് കല ഒരു ഒരു പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയ എങ്ങനെയാണ് മാറ്റിയെടുത്തത്, അവിടുത്തെ ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആർട്ട് എങ്ങനെയാണ് എനർജി നൽകിയിട്ടുള്ളത്. The main organization behind this transformation is the ST Art India Foundation, founded in 2015 by Arjun Bal, Hanif Qureshi, Giulia Ambrogi, Akshat Noriel and Tanish Thomas. The foundation aims to make art accessible to everyone. Their mission is to take art out of closed galleries and bring it directly into neighborhoods. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഓർഗനൈസേഷൻ, ഈ ഒരു സ്ട്രീറ്റ് ആർട്ടിൻ്റെ മെയിൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ST ആർട്ട് ഇന്ത്യ ഫൗണ്ടേഷനാണ്. ഇത് ഫൗണ്ട് ചെയ്തത് 2015 ഇതിലെ ഫൗണ്ടർമാരാണ് അർജുൻ പാൽ, ഹാനിഫ് ഖുറേഷി, ഗിലൂയ അംബ്രോഗി, അക്ഷത് നൗരിയൽ ആൻഡ് ടാനിഷ് തോമസ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആർട്ട്, കല എന്ന് പറയുന്നത് ഗ്യാലറിക്കകത്തുള്ള ഒരു ആർട്ടിനെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു.
Their mission is to take art out of closed galleries and bring it directly into neighborhoods. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള അടഞ്ഞു കിടക്കുന്ന ഗാലറിക്കകത്തുള്ള ആർട്ടിനെ ഓപ്പൺ സ്പേസിലേക്ക് മാറ്റുക, എല്ലാവർക്കും ഒരു കമ്മ്യൂണിറ്റിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റുക എന്നുള്ളതായിരുന്നു. ബിഫോർ ക്രിയേറ്റിംഗ് എനി മ്യൂറൽ ദ ഫൗണ്ടേഷൻ മെമ്പേഴ്സ് ടോക്ക് ടു ലോക്കൽ റെസിഡൻസ്. അതായത് ഏതൊരു ചുമർ ചിത്രം നിർമ്മിക്കുന്നതിന് മുന്നേയും അവിടുത്തെ ഫൗണ്ടേഷൻ മെമ്പേഴ്സ് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദേ യൂസ് സർവേസ്, ഫ്ലയേഴ്സ് ആൻഡ് പേഴ്സണൽ കോൺവെർസേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കമ്മ്യൂണിറ്റീസ് ഹിസ്റ്ററി, പ്രോബ്ലംസ് ആൻഡ് ഹോപ്സ്. അവർ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കും, സർവേ നടത്തും, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും, അവരുടെ ഹിസ്റ്ററി, ആ ഒരു പ്രദേശത്തെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കും. ദിസ് എൻഷ്യൂർസ് ദാറ്റ് ദ ആർട്ട് വർക്ക് ട്രൂലി റെപ്രസെൻറ്റ് ദ പീപ്പിൾ ലിവിങ് ദർ. Because of this approach, the community feels connected to the murals and takes pride in them. അതായത് ഇവർ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ, ഇവർ നിർമ്മിക്കുന്ന ആർട്ട്, സ്ട്രീറ്റ് ആർട്ട്, അതായത് ചുമർ ചിത്രങ്ങൾ അവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഹിസ്റ്ററി, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചുമർ ചിത്രങ്ങളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് ഈ കമ്മ്യൂണിറ്റി കാണുമ്പോൾ കമ്മ്യൂണിറ്റി കൂടുതൽ ഈ ഒരു ആർട്ടുമായിട്ട് കണക്റ്റഡ് ആകും, അവർക്കൊരു അഭിമാനമൊക്കെ തോന്നുന്നതാണ് പറയുന്നത്. The murals in Lodi Art District highlight important issues such as water scarcity, climate change, gender equality and accessibility. അപ്പോൾ ലോധി ആർട്ട് ഡിസ്ട്രിക്റ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്ന അതായത് ഈ സ്ട്രീറ്റ് ആർട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് വാട്ടർ സ്കാർസിറ്റി, വെള്ളത്തിൻ്റെ അപര്യാപ്തത, ക്ലൈമറ്റ് ചേഞ്ച്, ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഒക്കെ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ദ ആർട്ടിസ്റ്റ് ഡാക്കു ക്രിയേറ്റഡ് എ മ്യൂറൽ ദാറ്റ് യൂസസ് ചേഞ്ച് ഷാഡോസ് ടു ഷോ വിമൻ കളക്റ്റിംഗ് വാട്ടർ ഡ്യൂറിങ് ദ ഡേ. അതായത് ദാക്കു എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരു ചുമർ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് ഷാഡോസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അതായത് സ്ത്രീകൾ വാട്ടർ കളക്ട് ചെയ്യുന്ന സമയത്ത് ഷാഡോ ഉണ്ടാകും. ആസ് ദ ഷാഡോസ് ഡിസപ്പിയർ ഇറ്റ് സിംബലൈസസ് ദ ഷോർട്ടേജ് ഓഫ് വാട്ടർ ആൻഡ് ദ ടെമ്പററി നേച്ചർ ഓഫ് റിസോഴ്സസ്. അതായത് വെള്ളത്തിൻ്റെ വാട്ടർ സ്കാർസിറ്റി വരുമ്പോൾ അവിടെ ഷാഡോ ഉണ്ടാകില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ചുമർ ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രോബ്ലമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരുന്നത്, വാട്ടർ സ്കാർസിറ്റി എന്ന് പറയുന്നത്. ഇൻ അനദർ പ്രോജക്റ്റ് ആർട്ടിസ്റ്റ് ക്രിയേറ്റഡ് ബ്രൈൽ ടെക്സ്ചേർഡ് മ്യൂറൽസ് അറ്റ് a blind school so that visually impaired students could experience art through touch. This shows the foundation's commitment to inclusivity. അടുത്തത് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചുമർ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൈൽ ടെക്സ്ചേർഡ് മ്യൂറൽസ് ആയിരുന്നു. ഒരു ബ്ലൈൻഡ് സ്കൂളിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വിഷ്വലി എംപയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ടച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ആർട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു അതിൻ്റെ സ്പെഷ്യാലിറ്റി. ദിസ് ഷോസ് ദ ഫൗണ്ടേഷൻസ് കമ്മിറ്റ്മെൻറ്റ് ടു ഇൻക്ലൂസിവിറ്റി. ഇവിടെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇൻക്ലൂസിവിറ്റി, അതായത് വിഷ്വലി എംപയർഡ് ആയിട്ടുള്ള ഡിസാബിൾഡ് ആയിട്ടുള്ള ആളെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന അവർക്കും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആർട്ടായിരുന്നു അത്. The foundation has also expanded its work to other cities. In Kannaginagar, a neighborhood once known for its poor reputation, murals have transformed the area into a creative and cultural hub. It now attracts visitors, influencers and filmmakers, improving the image of the locality. അടുത്ത ഒരു സവിശേഷത, ഈ ഒരു ഫൗണ്ടേഷൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഈ ഒരു ഫൗണ്ടേഷൻ മറ്റ് നഗരങ്ങളിലേക്കും തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മോശം പേരിൽ അറിയപ്പെട്ടിരുന്ന കന്നഗി നഗർ എന്ന പ്രദേശം മ്യൂറലുകളിലൂടെ, ചുമർ ചിത്രങ്ങളിലൂടെ സൃഷ്ടിപരവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള മാറിയിരിക്കുന്നു. ഇന്നത് സന്ദർശകരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയും അതുപോലെ സിനിമാ നിർമ്മാതാക്കളെയൊക്കെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ്ലി ST Art India avoids political and religious messages. Instead, it focuses on education, empowerment and collaboration. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫൗണ്ടേഷൻ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് വിദ്യാഭ്യാസം, ശാക്തീകരണം, സഹകരണം എന്നിവയ്ക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ദ എയിം ഈസ് ടു മേക്ക് പീപ്പിൾ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ദ എൻവയറൺമെൻറ്റ് റാദർ ദാൻ പാസീവ് ഒബ്സർവേഴ്സ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളുകളെ ഒരു പാസീവ് ഒബ്സർവേഴ്സ് ആക്കുന്നതിൽ നിന്ന് ഒരു പാർട്ടിസിപ്പൻ്റ്, ഒരു സജീവ പങ്കാളികളാക്കുകയാണ്
അവരുടെ ലക്ഷ്യം. അല്ലാതെ ഒരു പാസീവ് ഒബ്സർവർ ആക്കുകയല്ല എന്നാണ് പറയുന്നത്. Through these efforts, street art in India has become more than decoration. It has become a tool for community building, awareness and social transformation. അപ്പോൾ ഈ ശ്രമങ്ങളിലൂടെ ഇന്ത്യയിലെ സ്ട്രീറ്റ് ആർട്ട് ഒരു ഡെക്കറേഷൻ മാത്രമല്ല, സാമൂഹിക ആയിട്ടുള്ള ഫൗണ്ടേഷനും അതുപോലെ ബോധവൽക്കരണത്തിനും സാമൂഹിക മാറ്റത്തിനൊക്കെ ഒരു ശക്തമായിട്ടുള്ള ഉപാധിയായിട്ട് മാറിയിരിക്കുന്നു. ദ ചാപ്റ്റർ ഷോസ് ദാറ്റ് സ്ട്രീറ്റ് ആർട്ട് ഇൻ ഇന്ത്യ ഈസ് പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് പോസിറ്റീവ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സ്ട്രീറ്റ് ആർട്ട് ഇൻ ഇന്ത്യയിലെ സ്ട്രീറ്റ് ആർട്ട് സമൂഹത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ത്രൂ പ്രൊജക്ട്സ് ലൈക്ക് ലോധി ആർട്ട് ഡിസ്ട്രിക്ട് ആൻഡ് ഇനിഷ്യേറ്റീവ് അക്രോസ് ദ കൺട്രി, സ്ട്രീറ്റ് ആർട്ട് ഇന്ത്യ ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ആർട്ട് ക്യാൻ ട്രാൻസ്ഫോം സ്പേസസ്, യൂണൈറ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻസ്പയർ മീനിങ്ഫുൾ ഡയലോഗ്. അപ്പോൾ ലോധി ആർട്ട് ഡിസ്ട്രിക്റ്റ് പോലുള്ള പദ്ധതികളുടെയും രാജ്യവ്യാപകമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളുടെയും വഴി അതായത് സ്ട്രീറ്റ് ആർട്ട് ഇന്ത്യ ഇതൊക്കെ വഴി കലയുടെ ശക്തി ഉപയോഗിച്ച് ഇടങ്ങൾ, അതായത് പ്ലേസുകൾ ചേഞ്ച് ചെയ്യാനും സമൂഹങ്ങളെ ഒന്നിപ്പിക്കാനും അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങൾക്ക് പ്രചോദനമാകാനൊക്കെ ഇത് വഴി തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.